2023 ഫെബ്രുവരി ഇറാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA പുറത്തുവിട്ട ആ ദൃശ്യങ്ങൾ കണ്ട് ലോകം ഞെട്ടി. അത്യന്തം ആധുനികമായ യുദ്ധവിമാനങ്ങൾ ഒരു ഭീമാകാരമായ പർവ്വതത്തിൻ്റെ ഉള്ളിലേക്ക് അപ്രത്യക്ഷമാകുന്നു. ഇത് വെറുമൊരു റൺവേ അല്ല, ഭൂമിക്കടിയിൽ നൂറുകണക്കിന് മീറ്റർ ആഴത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു സമ്പൂർണ്ണ സൈനിക നഗരമാണ്. ഇതിൻ്റെ പേര് ഈഗിൾ 44 അഥവാ ഒഗാബ് 44. എവിടെയാണ് ഈ നഗരം? ഇതിൻ്റെ കൃത്യമായ ലൊക്കേഷൻ ഇറാൻ ഇന്നും അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ പശ്ചിമേഷ്യയിലെ ദുർഘടമായ പർവ്വതനിരകൾക്കുള്ളിലാണ് ഇത് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തം. എങ്ങനെയാണ് ഇത്രയും വലിയ തുരങ്കങ്ങൾ ഇറാൻ പർവ്വതങ്ങൾക്കുള്ളിൽ നിർമ്മിച്ചത്? ഇതിന് പിന്നിൽ ആധുനിക സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ വലിയൊരു വിജയമുണ്ട്. നൂതനമായ ടണൽ ബോറിംഗ് മെഷീനുകൾ TBM ഉപയോഗിച്ച് കിലോമീറ്ററുകളോളം നീളമുള്ള വിശാലമായ പാതകളാണ് മലനിരകൾക്കുള്ളിൽ അവർ തീർത്തിരിക്കുന്നത്. ഈ തുരങ്കങ്ങൾക്ക് മുകളിലുള്ള നൂറുകണക്കിന് മീറ്റർ കനമുള്ള പാറക്കൂട്ടങ്ങൾ ഒരു സ്വാഭാവിക പ്രതിരോധ കവചമായി പ്രവർത്തിക്കുന്നു. അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും മാരകമായ GBU-57 MOP പോലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളെപ്പോലും അതിജീവിക്കാൻ ഈ ആഴത്തിന് സാധിക്കാതിരിക്കും. ഇതൊരു സൈനിക നീക്കം മാത്രമല്ല, ഇറാൻ കഴിഞ്ഞ 30 വർഷമായി രഹസ്യമായി പണിതുയർത്തിയ ഒരു തന്ത്രപരമായ സാമ്രാജ്യമാണ്. പർവ്വതത്തിനുള്ളിൽ വിമാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഭീമാകാരമായ ഹാങ്കറുകൾ, അത്യാധുനിക കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, ദീർഘകാലം താമസിക്കാൻ ആവശ്യമായ ഇന്ധന ഭക്ഷണ സംഭരണികൾ എന്നിവയെല്ലാം ഇവിടെ സജ്ജമാണ്. ഉപഗ്രഹങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മലഞ്ചെരിവുകളോട് ചേർന്ന് നിർമ്മിച്ച വിക്ഷേപണ തറകളും വെന്റിലേഷൻ ഷാഫ്റ്റുകളും ഈ കേന്ദ്രത്തെ ശരിക്കും ഒരു അദൃശ്യ കോട്ടയാക്കി മാറ്റും. എന്തുകൊണ്ടാണ് ഇറാൻ തങ്ങളുടെ പ്രതിരോധത്തിനായി പർവ്വതങ്ങളെ തന്നെ തിരഞ്ഞെടുത്തത്? ഇതിനു പിന്നിൽ അതീവ ഗൗരവകരമായ ചില തന്ത്രങ്ങളുണ്ട്. ഇറാൻ എന്ന രാജ്യം പ്രകൃതിദത്തമായ 2 വലിയ പ്രതിരോധ കവചങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. വടക്ക് അൽബോർസ് മലനിരകളും പടിഞ്ഞാറ് മുതൽ തെക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന സാഗ്രോസ് മലനിരകളും. ഈ പർവ്വതനിരകൾ ശത്രു രാജ്യങ്ങളുടെ കടന്നുകയറ്റത്തിന് വലിയൊരു തടസ്സമാണ്. ഇവിടുത്തെ പാറകളുടെ ഘടന ശാസ്ത്രീയമായി പരിശോധിച്ചാൽ മറ്റൊരു രഹസ്യം കൂടി വെളിപ്പെടും. ഈ മലനിരകൾ ഭൂരിഭാഗവും ലൈംസ്റ്റോൺ, സാൻഡ്സ്റ്റോൺ എന്നിവയുടെ മിശ്രിതമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അത്യാധുനിക മെഷീനുകൾ ഉപയോഗിച്ച് തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ഇവ എളുപ്പമാണ്. എന്നാൽ വിരോധാഭാസം എന്ന് പറയട്ടെ, ഒരിക്കൽ നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞാൽ മുകളിൽ നിന്നുള്ള അതിശക്തമായ ബോംബ് ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇവയ്ക്ക് അസാമാന്യമായ കരുത്തുണ്ട്. ഈ താവളങ്ങൾ ഭൂനിരപ്പിൽ നിന്ന് 500 മീറ്റർ വരെ താഴ്ചയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ ആഴത്തിൽ പാറകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ കേന്ദ്രങ്ങളെയാണ് ഇറാൻ മിസൈൽ സിറ്റികൾ എന്ന് വിളിക്കുന്നത്. ഒരു ബങ്കർ ബസ്റ്റർ ബോംബിന് പോലും ഇത്രയും ആഴത്തിലുള്ള ശിലാപാളികളെ ഭേദിക്കാൻ സാധിക്കില്ല. വെറുമൊരു ആയുധപ്പുര എന്നതിലുപരി 10,000-കണക്കിന് സൈനികർക്ക് മാസങ്ങളോളം പുറം ലോകവുമായി ബന്ധമില്ലാതെ കഴിയാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെയുണ്ട്. അത്യാധുനിക ഓക്സിജൻ ജനറേഷൻ പ്ലാന്റുകളും ഭൂമിക്കടിയിലെ ഉറവകളിൽ നിന്ന് വെള്ളം ശുദ്ധീകരിക്കുന്ന വാട്ടർ ഫിൽട്ടറേഷൻ സംവിധാനങ്ങളും ഈ പർവ്വതങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ ലോകത്തിനു മുന്നിൽ ഇതൊരു പർവ്വതമാണെങ്കിൽ ഇറാന് ഇതൊരു അദൃശ്യമായ പോർക്കളമാണ്. ഈ ഭൂഗർഭ നഗരങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ NBC ന്യൂക്ലിയർ, ബയോളജിക്കൽ, കെമിക്കൽ സംരക്ഷണ സംവിധാനമാണ്. വെറും ഒരു തുരങ്കമല്ലത്. ഒരു ആണവയുദ്ധമുണ്ടായാൽ പോലും ഉള്ളിലുള്ളവരെ സുരക്ഷിതരാക്കാൻ കഴിയുന്ന വിധം രൂപകൽപ്പന ചെയ്ത ഭീമാകാരമായ ഹെർമെറ്റിക് സ്റ്റീൽ വാതിലുകൾ ഈ താവളങ്ങൾക്കുണ്ട്. പർവ്വതത്തിന്റെ മുകളിലേക്ക് തുറക്കുന്ന കൂറ്റൻ വെന്റിലേഷൻ ഷാഫ്റ്റുകൾ വഴിയാണ് ഉള്ളിലേക്ക് വായു എത്തുന്നത്. ഈ വായു ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അത്യാധുനിക റേഡിയേഷൻ ആൻഡ് പാർട്ടിക്കുലേറ്റ് ഫിൽട്ടറുകളിലൂടെ HEPA CBRN ഫിൽട്ടേഴ്സ് കടന്നുപോകുന്നു. ഇത് താവളത്തിനുള്ളിലെ അന്തരീക്ഷം എപ്പോഴും ശുദ്ധമായിരിക്കുമെന്ന് ഉറപ്പാക്കുന്നു. ഇത് സാധ്യമാക്കാൻ ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത് ലോകോത്തര നിലവാരമുള്ള ടണൽ ബോറിംഗ് മെഷീനുകൾ TBM ആണ്. ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കിലോമീറ്ററുകളോളം നീളമുള്ള വിശാലമായ റോഡുകൾ അവർ പർവ്വതത്തിനുള്ളിൽ നിർമ്മിച്ചു കഴിഞ്ഞു. മിസൈലുകൾ വഹിക്കുന്ന വലിയ ട്രക്കുകൾക്ക് TELS ട്രാൻസ്പോർട്ടർ എറക്ടർ ലോഞ്ചേഴ്സ്
സുഗമമായി സഞ്ചരിക്കാനും തിരിയാനും കഴിയുന്ന വിധം വീതിയുള്ള അണ്ടർഗ്രൗണ്ട് ഹൈവേകൾ ഇന്ന് ഈ പർവ്വതങ്ങൾക്കുള്ളിലുണ്ട്. ഇറാന്റെ ഈ നീക്കങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് ഇസ്രായേലുമായുള്ള ദീർഘകാല സംഘർഷം. ഇസ്രായേലിന്റെ കൈവശമുള്ള അത്യാധുനിക F-35 പോർവിമാനങ്ങൾക്കും ബങ്കർ ബസ്റ്റർ ബോംബുകൾക്കും തകർക്കാൻ കഴിയാത്ത ഒരിടം കണ്ടെത്തുക എന്നതായിരുന്നു ഇറാന്റെ ലക്ഷ്യം. ഇസ്രായേലിന്റെ മൊസാദ് പോലുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങൾ ലോകപ്രശസ്തമാണെങ്കിലും പർവ്വതങ്ങൾക്കുള്ളിലെ ഈ സങ്കീർണമായ മിസൈൽ ശൃംഖലയുടെ കൃത്യമായ മാപ്പ് കണ്ടെത്തുക എന്നത് അവർക്ക് ഇന്നും വലിയൊരു വെല്ലുവിളിയാണ്. 2024 സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ ഈ താവളങ്ങളിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള ശേഷി, റാപ്പിഡ് ലോഞ്ച് കേപ്പബിലിറ്റി 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ഇതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ തങ്ങളുടെ ആരോ 3 പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്തിയെങ്കിലും ഭൂമിക്കടിയിൽ നിന്ന് ആയിരക്കണക്കിന് മിസൈലുകൾ ഒരേ സമയം വിക്ഷേപിക്കുന്ന മിസൈൽ റെയിൻ തന്ത്രത്തെ തടയുക എന്നത് അസാധ്യമാണ്. ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ആധുനിക ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് വാർഫെയർ സാങ്കേതിക വിദ്യയുടെ പോരാട്ടമാണ്. ഇറാൻ ഇന്ന് കാണിക്കുന്ന ഈ ഭൂഗർഭ വൈദഗ്ധ്യം ഒറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല. ഇതിന്റെ വേരുകൾ കിടക്കുന്നത് 1980കളിലെ ഇറാൻ-ഇറാഖ് യുദ്ധത്തിലാണ്. അന്ന് സദ്ദാം ഹുസൈന്റെ വ്യോമാക്രമണങ്ങളിൽ നിന്ന് തങ്ങളുടെ മിസൈലുകളെയും സൈന്യത്തെയും സംരക്ഷിക്കാൻ ഇറാൻ വലിയ വില നൽകേണ്ടി വന്നു. ആ അനുഭവമാണ് പർവ്വതങ്ങളെ കവചമാക്കുക എന്ന തന്ത്രത്തിലേക്ക് ഇറാനെ നയിച്ചത്. ഈ താവളങ്ങൾ വെറുമൊരു ആയുധപ്പുര മാത്രമല്ല, മറിച്ച് മിസൈലുകൾ നിർമ്മിക്കാനും അറ്റകുറ്റപ്പണികൾ തീർക്കാനുമുള്ള ഫാക്ടറികൾ കൂടിയാണ്. പർവ്വതത്തിനുള്ളിൽ മിസൈലുകൾ സൂക്ഷിക്കുക മാത്രമല്ല ഇറാൻ ചെയ്യുന്നത്, ഉപഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടാതെ മിസൈലുകൾ അസംബിൾ ചെയ്യാനുള്ള ഭീമാകാരമായ വർക്ക്ഷോപ്പുകളും ഈ തുരങ്കങ്ങൾക്കുള്ളിലുണ്ട്. ഇത് ശത്രുരാജ്യങ്ങൾക്ക് ഇറാന്റെ ആയുധശേഖരത്തിന്റെ കൃത്യമായ കണക്ക് ലഭിക്കുന്നത് അസാധ്യമാക്കുന്നു. 1990കളിൽ ആരംഭിച്ച ഈ പദ്ധതി ഇന്ന് 100 കണക്കിന് മിസൈൽ സിറ്റികളായി വളർന്നു കഴിഞ്ഞു. വെറുമൊരു സംഭരണ കേന്ദ്രത്തിൽ നിന്ന് മിസൈലുകൾ നിർമ്മിക്കാനും അണ്ടർഗ്രൗണ്ട് ഫാക്ടറീസ് വിക്ഷേപിക്കാനും ഒരേ സമയം ആയിരക്കണക്കിന് സൈനികർക്ക് താമസിക്കാനും കഴിയുന്ന സ്വയം പര്യാപ്തമായ നഗരങ്ങളായി ഇവ മാറി. ഇന്ന് ഇറാൻ ഉപയോഗിക്കുന്ന ഖൈബർ ഷെക്കൻ, ഇമാദ് തുടങ്ങിയ ദീർഘദൂര മിസൈലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഇടുങ്ങിയ തുരങ്കങ്ങളിൽ നിന്ന് വേഗത്തിൽ പുറത്തെത്തിച്ച് വിക്ഷേപിക്കാവുന്ന രീതിയിലാണ്. ഇറാൻ പിന്തുടരുന്ന ഒരു പ്രത്യേക തന്ത്രമാണിത്. പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന ചെറിയ ലോഞ്ച് പാഡുകൾ. ഇറാൻ ഈ താവളങ്ങളെ വിളിക്കുന്നത് മിസൈൽ ഫാമുകൾ എന്നാണ്. ഒരൊറ്റ വലിയ കേന്ദ്രത്തിന് പകരം കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന തുരങ്കങ്ങളിലായി ആയിരക്കണക്കിന് ലോഞ്ച് പാഡുകൾ ഇവർ സജ്ജമാക്കിയിരിക്കുന്നു. ഒരു കേന്ദ്രം തകർക്കപ്പെട്ടാലും മറ്റൊന്നിലൂടെ ആക്രമണം തുടരാൻ ഈ വികേന്ദ്രീകൃത സംവിധാനം അവരെ സഹായിക്കുന്നു. ഭൂമിക്കടിയിലെ സുരക്ഷ എന്നത് ഭൗതികമായ സംരക്ഷണം മാത്രമല്ല. ആധുനിക യുദ്ധങ്ങളിൽ മിസൈലുകളേക്കാൾ മാരകമായ ഭീഷണി സൈബർ ആക്രമണങ്ങളാണ്. 2010 ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റുകളെ തകർത്ത് സ്റ്റക്സ്നെറ്റ് എന്ന വൈറസിന്റെ ചരിത്രം ഇറാന് വലിയൊരു പാഠമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഈ ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ ഇന്ന് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ഡിജിറ്റൽ കോട്ടകളിലൊന്നാണ്. ഇതിനെ പ്രതിരോധിക്കാൻ ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് എയർ ഗ്യാപ്പിംഗ്. ഈ താവളങ്ങളിലെ മിസൈൽ കൺട്രോൾ സിസ്റ്റങ്ങളും നിർണായകമായ സർവറുകളും ഭൗതികമായി തന്നെ പുറം ലോകത്തെ ഇന്റർനെറ്റിൽ നിന്ന് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ലോകത്തെ ഏറ്റവും മികച്ച ഹാക്കർക്ക് പോലും ഇന്റർനെറ്റ് വഴി ഈ സിസ്റ്റങ്ങളിലേക്ക് കടന്നു കയറാൻ സാധിക്കില്ല. ഇതിനു പുറമെ പുറത്തു നിന്നുള്ള സോഫ്റ്റ്വെയറുകളെ ആശ്രയിക്കാതെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും സങ്കീർണമായ എൻക്രിപ്ഷൻ അൽഗോരിതങ്ങളും ഉപയോഗിച്ച് ഇവർ തങ്ങളുടെ ശൃംഖലയെ സുരക്ഷിതമാക്കിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ കടന്നുകയറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ നിമിഷങ്ങൾക്കുള്ളിൽ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാനും വിച്ഛേദിക്കപ്പെട്ട മറ്റൊരു ബാക്കപ്പ് സെർവറിലേക്ക് മാറാനുമുള്ള ഓട്ടോമേറ്റഡ് ഡിസാസ്റ്റർ റിക്കവറി പ്രോട്ടോക്കോളുകൾ ഈ പർവ്വതങ്ങൾക്കുള്ളിൽ സജ്ജമാണ്. ഈ പർവ്വതങ്ങൾക്കുള്ളിലെ ഏറ്റവും നിഗൂഢമായ ഭാഗം അവിടുത്തെ കമാൻഡ് സെന്ററുകളാണ്. ഉപഗ്രഹ ആശയവിനിമയം തടസ്സപ്പെട്ടാൽ പോലും പ്രവർത്തിക്കുന്ന സബ് ടെറേനിയൻ ആന്റിനകൾ വഴി ഇവർക്ക് തങ്ങളുടെ മിസൈലുകളെ നിയന്ത്രിക്കാൻ സാധിക്കും. അതായത്
പുറം ലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടാലും ഈ പർവ്വതങ്ങൾക്കുള്ളിൽ നിന്ന് ഇറാൻ ഒരു തിരിച്ചടിക്ക് തയ്യാറായിരിക്കും. ചന്ദ്രനിലെ ഹീലിയം 3 ഊർജത്തിനായി ലോകരാജ്യങ്ങൾ മത്സരിക്കുമ്പോൾ ഭൂമിക്കടിയിൽ ഇറാന്റെ ഈ നീക്കങ്ങൾ മറ്റൊരു ഊർജ പ്രതിരോധ യുദ്ധത്തിന്റെ മുന്നോടിയാണോ എന്ന് പലരും സംശയിക്കുന്നു. സാങ്കേതിക വിദ്യ വികസിക്കുമ്പോൾ ഭൂമിയുടെ ആഴങ്ങളിലെ ഈ രഹസ്യങ്ങൾ ആഗോള രാഷ്ട്രീയത്തെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇറാൻ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അതീവ രഹസ്യമായി പണിതുയർത്തിയ ഈ ഭൂഗർഭ സാമ്രാജ്യം ഇന്ന് ആഗോള പ്രതിരോധ ഭൂപടത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇത് കേവലം ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തിയല്ല, മറിച്ച് തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഏത് വൻശക്തിയെയും പ്രതിരോധിക്കാൻ പർവ്വതങ്ങളുടെ ഉള്ളറകളിൽ അവർ ഒരുക്കിയിരിക്കുന്ന ഒരു അദൃശ്യ കോട്ടയാണ്. ഉപഗ്രഹങ്ങൾക്കും ദൂരപരിധിയില്ലാത്ത മിസൈലുകൾക്കുമപ്പുറം ഭൂമിയുടെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ആയുധപുരകൾ വരുംകാല യുദ്ധങ്ങളുടെ സ്വഭാവത്തെയും തന്ത്രങ്ങളെയും ഒരുപോലെ മാറ്റിമറിക്കാൻ പോന്നവയാണ്. ഈ പർവ്വതങ്ങൾക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് മേഖലയിലെ സമാധാനത്തിനായുള്ള ഒരു പ്രതിരോധ കവചമാണോ, അതോ ലോകത്തെ വിറപ്പിക്കാൻ പോന്ന ഒരു മഹാവിപത്താണോ എന്നത് കാലം തെളിയിക്കേണ്ട സത്യമാണ്. ശാസ്ത്രവും സൈനിക തന്ത്രങ്ങളും ഇഴചേരുന്ന ഈ ഭൂഗർഭ നഗരങ്ങൾ ആധുനിക ലോകത്തിന് മുന്നിലെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. പശ്ചിമേഷ്യയുടെ ഭാവിയും ആഗോള സുരക്ഷയും ഈ മലനിരകൾക്കുള്ളിലെ രഹസ്യങ്ങളുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വരും നാളുകളിൽ നമുക്ക് കാണാം.